ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്, മെയിൻസ് എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. കാറ്റഗറി നമ്പർ 158/2023. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്ന് കണ്ടെത്തുക. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1953 ആന്ധ്രയും തമിഴ്നാടും ഭാഷാപരമായ സംസ്ഥാനങ്ങളായി നിലവിൽ വന്നു. അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വരുന്നത് ആ ഒരൊറ്റ പ്രസ്താവന മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വാക്ക് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 53 ജസ്റ്റിസ് ഫസൽ അലി, KM പണിക്കർ, ഹൃദയനാഥ് കുൻസ്രു, HN കുൻസ്രു എന്നിവരടങ്ങിയ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. 1956 പാസ്സാക്കിയ സംസ്ഥാന പുനഃസംഘടനാ നിയമം 14 സംസ്ഥാനങ്ങൾക്കും 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വേണ്ടി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. 1948 നിയമിക്കപ്പെട്ട ഡോക്ടർ KS ധാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെതിരെ ഉപദേശിച്ചു. ഇത് ബാക്കി പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ്. ഒന്നാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ചേരുംപടി ചേരുന്ന വസ്തുക്കൾ തിരിച്ചറിയുക. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ 1934, ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് 1939, പഞ്ചാബ് നൗജവാൻ ഭാരത് സഭ ഭഗത് സിംഗ് 1926, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ MN റോയ് 1920. ഈ പറഞ്ഞ എല്ലാം എന്താണ്? ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. സാധുജന ദൂതൻ പാമ്പാടി ജോൺ ജോസഫിൻ്റെയാണ് സാധുജന ദൂതൻ. ഹരിജൻ എന്നുള്ളത് ആരുടെയാണ്? ഹരിജൻ KP വള്ളോൻ്റെയാണ്. KP വള്ളോൻ. മിതവാദി C കൃഷ്ണൻ്റെയാണ്. അൽ ഇസ്ലാം വക്കം മൗലവിയുടെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് മൂന്നാമത്തതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വരാനിരിക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങളുടെ പേരുകൾ മാത്രം ഉൾക്കൊള്ളുന്നവ ഏതാണ്? കൊൽക്കത്ത, മുംബൈ, കുമരകം, കൊച്ചി. ഇതിപ്പോൾ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. രണ്ടാമത്തത് മാത്രം, 2 only. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവ പരിഗണിച്ച് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. അർജൻറ്റീനയിലെ പുൽമേടുകളാണ് പമ്പകൾ. സിറോക്കോ ഇറ്റലിയിൽ രക്തമഴയുണ്ടാക്കുന്നു. സൈബീരിയയിൽ ബുഷ്മാൻ കാണപ്പെടുന്നു. ഇതിൽ മൂന്നാമത്തത് മാത്രമാണ് തെറ്റായ പ്രസ്താവന കേട്ടോ. മൂന്നാമത്തത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് GIS സോഫ്റ്റ്വെയർ? ഒന്നാമത്തതും മൂന്നാമത്തതുമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഒന്നാമത്തതും മൂന്നാമത്തതുമാണ് സാഗയും അതേപോലെ തന്നെ QGIS-ഉം കേട്ടോ. അതാണ് ഒരു ഓപ്പൺ സോഴ്സ് GIS സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏഴാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലാണ് ഡോൾഡ്രംസ്. അന്ധമായ താഴ്വരകൾ എയോലിയൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മപുത്ര നദി ചെമായുങ്തുങ് ഹിമാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ക്ലൗഡ് കവറിൻ്റെ സോഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാൻ ഐസോനെഫ് ഉപയോഗിക്കുന്നു. ഇതിൽ 1, 3, 4 ശരിയാണ്. രണ്ടാമത്തത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം, കുന്തിപ്പുഴ ഒഴുകുന്നത് സൈലൻറ്റ് വാലിയിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒൻപതാമത്തെ ചോദ്യവും 10ാമത്തെ ചോദ്യവും ക്യാൻസലാക്കിയ ചോദ്യമാണ് കേട്ടോ. ക്യാൻസലാക്കിയതാണ്. രണ്ടും ക്യാൻസലാണ്. ആൻസർ ഇല്ലാത്തതുകൊണ്ട് ക്യാൻസലാക്കിയതാണ്. 11ാമത്തെ ചോദ്യം, ഈ അമൃത് എന്തിന് പ്രസിദ്ധമാണ്? ഇത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നു. അതേപോലെ തന്നെ ഡീകാർബണൈസേഷൻ ത്വരിതപ്പെടുത്താൻ ഇത് ലക്ഷ്യമിടുന്നു. ഇത് രണ്ടുമാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് ശരിയായെന്ന് പറഞ്ഞാൽ 1ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 12ാമത്തെ ചോദ്യം PSC ക്യാൻസലാക്കിയ ചോദ്യമാണ് കേട്ടോ. 13ാമത്തെ ചോദ്യം, ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത് ഡാഷിൻ്റെ വ്യവസ്ഥകൾ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946. ഓപ്ഷൻ ബി ആണ് ആൻസർ. 14ാമത്തെ ചോദ്യം,
രാജ്യസഭയെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ പരിഗണിക്കുകയും ശരിയായ സംയോജനം നടത്തുകയും കണ്ടെത്തുകയും ചെയ്യുക. രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നു. 6 വർഷത്തെ കാലാവധി ആസ്വദിക്കുന്നു. വൈസ് പ്രസിഡന്റാണ് അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഇതിൽ 1, 2, 4 എന്നിവ ശരിയാണ് കേട്ടോ. 1, 2, 4 ശരിയാണ്. മൂന്നാമത്തതാണ് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 15ാമത്തെ ചോദ്യം, ലോകസഭയിലും സംസ്ഥാന നിയമസഭാ അസംബ്ലിയിലും ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തെക്കുറിച്ചുള്ള സീറ്റ് സംവരണം ഡാഷ് ഭരണഘടനാ ഭേദഗതി നിയമം തടഞ്ഞു. 104 ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് തടഞ്ഞത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 16ാമത്തെ ചോദ്യം, GST കൗൺസിലിലെ അംഗങ്ങൾ ആണ് ആരൊക്കെയാണ്? കേന്ദ്ര ധനമന്ത്രി ഉണ്ടാവും, കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഉണ്ടാവും, അതേപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മന്ത്രിമാരുണ്ടാകും, അല്ലെങ്കിൽ നോമിനി ഉണ്ടാകും കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ആരില്ല? പ്രധാനമന്ത്രി ഇല്ല കേട്ടോ. 17ാമത്തെ ചോദ്യം, ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാത്തത് മൂലം മറ്റൊരാൾക്ക് പരിക്കേൽപ്പിക്കപ്പെടുന്നതിന് എതിരെ പുറപ്പെടുവിച്ച റിട്ടാണ് ഇത് മാൻഡമസ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് മാൻഡമസ്. ഗ്രാമങ്ങളിലെ ജനവാസമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വീടുകൾ കൈവശം വയ്ക്കുന്ന വില്ലേജ് ഹൗസ് ഉടമകൾക്ക് അവകാശങ്ങളുടെ രേഖ നൽകുന്നതിനും വസ്തു ഉടമകൾക്ക് പ്രോപ്പർട്ടി കാർഡുകൾ നൽകുന്നതിനുമായി 2020 ആരംഭിച്ച കേന്ദ്ര മേഖലാ പദ്ധതിയാണ് സ്വാമിത്വ കേട്ടോ. സ്വാമിത്വ. ഓപ്ഷൻ എ ആണ് ആൻസർ. സ്വാമിത്വ. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നവ പരിഗണിക്കുകയും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുകയും ചെയ്യുക. വ്യാവസായിക നിക്ഷേപ പ്രോത്സാഹനത്തിനായി സംസ്ഥാനത്തിൻ്റെ പ്രീമിയർ ഏജൻസി നിർബന്ധിതമായി വൻകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സുഗമമാക്കുക, ധനസഹായം നൽകുക എന്നിവയായിരുന്നു പ്രാഥമിക ലക്ഷ്യം. കേരളത്തിലെ ഏത് നിക്ഷേപത്തിനും ഏകജാലക സൗകര്യം, വ്യാവസായിക വളർച്ചയ്ക്ക് ആവശ്യമായ ഭൗതികവും സാമൂഹികവുമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉത്തേജിപ്പിക്കുക. ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 21ാമത്തെ ചോദ്യം, മുതിർന്ന പൗരന്മാർക്ക് നല്ല ആരോഗ്യം, പങ്കാളിത്തം, ജീവിത നിലവാരം ഉറപ്പാക്കൽ എന്നിവയ്ക്കായി എല്ലാ പഞ്ചായത്തുകളെയും വയോജന സൗഹൃദമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന വയോജന നയം 2013 കേരളവുമായി ബന്ധപ്പെട്ട പുതിയ സംരംഭമാണ് വയോജന സൗഹൃദ പഞ്ചായത്ത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 22ാമത്തെ ചോദ്യം, ഫലപ്രദമായി കോമൺ സർവീസ് സെൻ്ററുകളുടെ CSC നെറ്റ്വർക്ക് കേരളത്തിൽ ഒരൊറ്റ മേൽക്കൂരയിൽ പൊതുജനങ്ങൾക്ക് G2C, G2B കൂടാതെ B2C സേവനങ്ങളും എത്തിക്കാൻ വിഭാവനം ചെയ്യുന്നു. ഏതാണ്? അക്ഷയ കേട്ടോ. അക്ഷയ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഫലപ്രദമായ കോമൺ സർവീസ് സെൻ്ററുകളുടെ നെറ്റ്വർക്ക് കേരളത്തിൽ ഒരൊറ്റ മേൽക്കൂരയിൽ പൊതുജനങ്ങൾക്ക് G2C, G2B കൂടാതെ B2C സേവനങ്ങളും എത്തിക്കാൻ വിഭാവനം ചെയ്യുന്നു. ഏതാണ്? ഓപ്ഷൻ സി. അക്ഷയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 23ാമത്തെ ചോദ്യം, ലോകായുക്തയെയും ഉപലോകായുക്തയെയും നിയമിക്കുന്നത് ഡാഷിൻ്റെ ശുപാർശകൾ പ്രകാരമാണ്. മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ പറയുന്നവ ചേരും പഠിച്ചേർക്കുക. ഇമ്പാക്റ്റ് കേരള അസറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള കമ്പനിയാണ്. JNNURM. JNNURM എന്തിൻ്റെയാണ്? രണ്ടാമത്തത് സി ആണ്. സുസ്ഥിര നഗര അടിസ്ഥാന സൗകര്യ സേവനം കേട്ടോ. അതേപോലെ കില എന്താണ്? പ്രാദേശിക ഭരണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുക. സുലേഖ എന്താണ്? പ്ലാൻ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ആണ് സുലേഖ. ഇതിൽ ശരിയായ ജോഡി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്ന് 2 ലോക്സഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് തിരിച്ചറിയുക. ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ. ഓപ്ഷൻ എ ആണ് ആൻസർ. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ ആണ് വൈറ്റമിൻ B3 കേട്ടോ. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ B3 ആണ്. ഓപ്ഷൻ ബി ആൻസർ. 27ാമത്തെ ചോദ്യം, ശ്വാൻ ഏത് സെല്ലുകളുടെ ഭാഗമാണ്? ന്യൂറോൺ. ഓപ്ഷൻ എ ന്യൂറോൺ. 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് അനുവാഹകർ വഴി പകരുന്നത്? മലേറിയ. ഓപ്ഷൻ സി മലേറിയ. 29ാമത്തെ ചോദ്യം ക്യാൻസലാക്കിയ ചോദ്യമാണ് കേട്ടോ. ക്യാൻസലാക്കിയ ചോദ്യമാണ്. 30ാമത്തെ ചോദ്യം, അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ പാർക്കിൻസൺസ് ഡിസീസുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ഏതാണ് ശരി? ഒരു ഡീജനറേറ്റീവ് ഡിസോർഡറാണിത്.
ഒരു ശ്വാസകോശ രോഗമാണിത്. നാഡീകോശങ്ങളുടെ തകരാറും മരണവും മൂലമാണ് സംഭവിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉം കേട്ടോ. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകളെന്ന് പറഞ്ഞാൽ. 31ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം? അമിതവണ്ണം, അതേപോലെ ടൈപ്പ് 2 പ്രമേഹം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 32ാമത്തെ ചോദ്യം. സ്നേഹപൂർവം പദ്ധതി വിഭാവനം ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയിലെ അനാഥരായ കുട്ടികളെ തിരിച്ചറിയാനും പിന്തുണയ്ക്കാനും. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്.